കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ജനന പെരുന്നാൾ ലോകം മുഴുവനും ആചരിക്കുകയാണല്ലോ. അപ്പോസ്തലനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 6-ാം വാക്യം, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, കുരിശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. പൗലോസ്ലീഹ അവതരിപ്പിച്ച ക്രിസ്മസ് ആശയമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. പുരാതന ആംഗലേയ പ്രയോഗമായ ക്രിസ്റ്റോസ് മാസെ എന്ന പദങ്ങൾ കൂട്ടിച്ചേർത്താണ് ക്രിസ്മസ് എന്ന വാക്ക് AD 1568 മുതൽ അറിയപ്പെടുന്നത്. മാസ് എന്നതിന് ബലി എന്നാണ് അർത്ഥം. അപ്പോൾ ക്രിസ്മസ് എന്ന വാക്കിന് കർത്താവിൻ്റെ തിരുബലി എന്ന് അർത്ഥമുണ്ട്. പലപ്പോഴും ക്രിസ്തുമസിനെ നമ്മളൊരു സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ആഘോഷമായിട്ടാണ് നമ്മൾ കാണുന്നത്. ലോകം മുഴുവനും ഇന്ന് ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഏറ്റവും വലിയൊരു സുദിനമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അത് ആഗോള കമ്പോളത്തിൽ ഏറ്റവും കൂടുതൽ ആദായം ഉണ്ടാകുന്ന ഒരു ദിവസമായിട്ട് അതിനെ കാണുന്നുണ്ട്. വാസ്തവത്തിൽ ക്രിസ്തുമസിൻ്റെ ഒരു വിചിത്രമായ ഭാവമാണതെന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ബലിയാണ്. മാസ് ബലിയെങ്കിൽ യേശുവിൻ്റെ ബലിയായിട്ട് ക്രിസ്മസിനെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാൽവറിയിലാണ് ബലി എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നവർ. വാസ്തവത്തിൽ കാൽവറിയിൽ തമ്പുരാൻ ബലിയായിട്ട് തന്നെ അർപ്പിച്ചു എങ്കിൽ ഈ ബലിയുടെ ആശയം സ്വർഗത്തിലാണ് രൂപം കൊണ്ടത്. ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുവാൻ, ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ്, ദൈവത്തിൻ്റെ മനുഷ്യാവതാര ചിന്ത തന്നെ ഒരു ബലിയാണ്. സ്വർഗസിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവം, മാലാഖമാരാൽ സ്തുതിക്കപ്പെട്ടവനായ തമ്പുരാൻ മനുഷ്യനായിട്ട് മനുഷ്യരൂപമുണ്ട് ദാസവേഷമെടുത്ത് ബേത്ലഹേം കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിലെ ശിശുവായി ജനിക്കുവാനായിട്ട് തയ്യാറായി. ഇതാണ് ബലിയുടെ ആരംഭം എന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത്. തുടർന്നിങ്ങ് കർത്താവിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ ബലി അനുഭവങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ കർത്താവിൻ്റെ ബലി എന്ന് പറയുന്നത് കാൽവറിയിലല്ല, ബേത്ലഹേമിലെ പുൽക്കൂട്ടില്, ഒരു പടി കൂടി പറഞ്ഞാൽ സ്വർഗസിംഹാസനത്തിലിരുന്നു കൊണ്ടാണ് അതിന് രൂപം കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെയും, അങ്ങനെ സ്വർഗസിംഹാസനം വിട്ട് ബേത്ലഹേം ഒഫ്രത്തായിൽ കാലിത്തൊഴുത്തിൽ കീറ്റ് ശീലകളാൽ പൊതിയപ്പെട്ട് കാളകൾ ബലിയേറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ കാളകൾക്ക് പകരമായി ബലിയാകുവാൻ തക്കോണം താൻ തയ്യാറാവുകയായിരുന്നു.
അതാണ് ക്രിസ്തുമസിൻ്റെ അടിസ്ഥാനപരമായ ബലിയനുഭവം എന്ന് പറയുന്നത്. നമുക്കറിയാം, കർത്താവ് ബലിയർപ്പിക്കുന്നതിന് മുമ്പായിട്ട് മിണ്ടാപ്രാണികൾ, ആടുകളും കാളകളും ഒക്കെയായിരുന്നു ബലിയർപ്പിക്കപ്പെട്ടിരുന്നത്. എങ്കിൽ പുൽത്തൊട്ടിയിൽ കച്ചിപ്പുറത്ത് ഗീതശീലയിൽ പൊതിഞ്ഞ് തുള്ളിക്കളിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തിയതുപോലെ കാള തൻ്റെ ഉടയവനെ, കഴുത തൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയെ അറിയുകയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. തൂമഞ്ഞ് പെയ്യുന്നതായ പാതിരാവിൽ ദൂതർനാദം കേട്ടുണർന്ന ആട്ടിടയന്മാര് നക്ഷത്രം വഴികാട്ടിയായി യേശു ജനിച്ച സ്ഥലത്തേക്ക് പരക്കം പായുകയാണ്. അതുപോലെ തന്നെ രാജാക്കന്മാരും യേശുവിനെ കാണുവാനായിട്ട് പോകുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും ക്രിസ്തുമസ് എന്ന ആശയം ദൈവം മനുഷ്യരൂപമെടുത്ത് കാൽവറിയിൽ മരിക്കുവാനായിട്ട് ഒരുക്കുക എന്നുള്ളതായിരുന്നു. നാം എല്ലാവരും ജനിക്കുന്നത് ജീവിക്കുവാനാണെങ്കിൽ ദൈവം മനുഷ്യരൂപമെടുത്ത് ബേത്ലഹേമിൽ ജനിച്ച് കാൽവറിയിൽ മരിക്കുവാനായിട്ടാണ് പദ്ധതിയിട്ടത്. എന്തിനാ കാൽവറിയിൽ താൻ മരിച്ചത് എന്ന് ചോദിച്ചാൽ, നാം എല്ലാവരും ജീവിക്കുവാനായിട്ടാണ്. നിത്യജീവൻ മാനവരാശിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് മരിക്കുവാനായിട്ട് അവതരിച്ചത് എന്ന് കണ്ടെത്തണം. ഇവിടെ കർത്താവിനെ കാണുവാനായിട്ട് പോയ രാജാക്കന്മാര് അവിടെ സമ്മാനങ്ങൾ അർപ്പിക്കുന്നുണ്ട്. അതിലും ഒരു അസ്വാഭാവികത നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ശരിയാണ്, നമ്മൾ കുഞ്ഞുങ്ങളെ കാണുവാനായിട്ടൊക്കെ പോകുമ്പോൾ സമ്മാനങ്ങൾ കൊടുക്കുന്നവരാണ്. ഇവിടെ അതിൻ്റെ പ്രതീകാത്മകമായിട്ട് പൊന്ന് കൊടുക്കുന്നു എങ്കിൽ, മരിക്കുവാൻ വേണ്ടി ജനിച്ച തമ്പുരാന് സമ്മാനമായിട്ട് ഇവർ സമർപ്പിക്കുന്നത് പൊന്നിനോടൊപ്പം മൂരും കുന്തിരിക്കവുമായിരുന്നു. നമുക്കറിയാം, മൂര്, കുന്തിരിക്കം ഇവ മരണാനന്തരം ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇന്ന് നമ്മുടെ പിതാക്കന്മാരെയൊക്കെ ശവസംസ്കാരം നടത്തുമ്പോൾ കുന്തിരിക്കം നിക്ഷേപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ മീറ, അതൊരു സുഗന്ധവർഗമായിരുന്നു. അത് ശവസംസ്കാരത്തിനാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ ഇവിടെ രാജാക്കന്മാർ യേശുവിന് സമ്മാനമായിട്ട് കൊടുത്തത് തൻ്റെ ശവസംസ്കാരത്തിന് ആവശ്യമുള്ളതായ മൂരും കുന്തിരിക്കവുമായിരുന്നു. നമുക്കറിയാം, കർത്താവിൻ്റെ കബറടക്ക സമയത്തും അതിനുശേഷം സ്ത്രീകൾ ധൂപാർപ്പണത്തിനായിട്ട് പോയപ്പോഴൊക്കെ ഈ വസ്തുക്കളുമായിട്ടാണ് പോയത്. അപ്പോൾ ജനിച്ച വഴി മരണത്തിനുള്ളതായ ഒരു ഒരുക്കമാണ് അവിടെ നടന്നത്. അതുപോലെ തന്നെ ഗീതശീലയിൽ പൊതിഞ്ഞാണ് കാലിത്തൊഴുത്തിൽ പുൽക്കൂട്ടിൽ അവൻ കിടന്നത്. എങ്കിൽ ആ ഗീതശീലയായിരുന്നു കർത്താവിനെ പൊതിയുവാനായിട്ട് ഉപയോഗിച്ചതും. അപ്പോൾ യേശുവിൻ്റെ ജനനവും മരണവും ഒക്കെ ഒരേ ബലിയനുഭവങ്ങളായിരുന്നു എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെയും, അതുപോലെ തന്നെ യേശുവിൻ്റെ ജനനത്തോടെ സംഭവിച്ചത് ദൈവം തൻ്റെ സാദൃശ്യം, തൻ്റെ സ്വരൂപം വെളിപ്പെടുത്തുകയായിരുന്നു. സാധാരണ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കാണാനായിട്ട് പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ദാ അമ്മയെ പോലെ ഇരിക്കുന്നു കുഞ്ഞ്, അല്ലെങ്കിൽ അപ്പനെ പോലെ ഇരിക്കുന്നു കുഞ്ഞ്. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അപ്പനെ പോലെ ഇരിക്കണം, അമ്മയെ പോലെ ഇരിക്കണം എന്നൊക്കെ കവികൾ പാടിയിട്ടുണ്ട്. അതൊക്കെയാണ് പൊതുവെ ഉള്ളതായ ഒരു ധാരണ. എന്നാൽ ഇവിടെ ഞാൻ ഭാവനയിൽ കാണുകയാണ്,
ഈ രാജാക്കന്മാരും ആട്ടിടയന്മാരും ഒക്കെ ചെന്നിട്ട് അവർ പറഞ്ഞത്, ദേ ശിശുവിനെ പോലെ ഇരിക്കുന്ന അമ്മയും അപ്പനും എന്നാണ്. വാസ്തവത്തിൽ മനുഷ്യൻ്റെ ദൈവ സാദൃശ്യത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലായിരുന്നു ക്രിസ്തുമസിൽ സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് കുരിശിൽ കരങ്ങൾ വിരിച്ചുകൊണ്ടാണല്ലോ കിടക്കുന്നത്. ഇവിടെയും തമ്പുരാൻ ശിശുവായി കൈകൾ വിരിച്ചുകൊണ്ട് കിടക്കുന്നതായ കാഴ്ച മനുഷ്യൻ്റെ ദൈവസ്വരൂപമായിട്ട് നമുക്കവനെ കാണാം. അതായത് കൈകൾ വിരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ഒരു കുരിശ് രൂപമാണല്ലോ. അപ്പോൾ ഈ കുരിശ് എന്ന് പറയുന്നത് കാൽവറിയിൽ കർത്താവിന് സമ്മാനമായിട്ട് ലഭിച്ചതാണ് എങ്കിൽ അത് നിശ്ചയമായും ദൈവത്തിൻ്റെ സ്വരൂപമാണ് എന്ന് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. സുറിയാനി സഭയിലെ വൈദികർ ഉപയോഗിക്കുന്നതായ ഒരു വസ്ത്രമുണ്ട്, കമ്മീസ് എന്ന് പറയും. അത് കർത്താവ് ധരിച്ചിരുന്ന കമ്മീസ്. ആ വസ്ത്രം വിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് കുരിശിൻ്റെ രൂപമാണ്. ഞങ്ങളൊക്കെ വൈദികരാകുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് പിതാക്കന്മാർ തരുന്നതായ തിരുവസ്ത്രം അതാണ്, കുരിശ് രൂപത്തിലുള്ളതായ കമ്മീസ്. ഇതൊക്കെ എത്രയോ അർത്ഥതലങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെയും, അപ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാര സംഭവം, ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ്, ഇതൊരു വലിയ അനുഭവമായിട്ട് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ വർഷത്തെ ക്രിസ്തുമസിൻ്റെ സന്ദേശമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മുടെയും ഈ ക്രിസ്മസ് ആഘോഷം ഒരു വലിയ അനുഭവമായിട്ട് മാറണം. ഇന്ന് ക്രൈസ്തവർ പീഡനങ്ങൾ ഏൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അടുത്ത കാലത്ത് നമ്മുടെ പരിശുദ്ധ പാത്രികീസ് ബാവ പോലും വധശ്രമത്തിന് വിധേയമായ വാർത്ത നമ്മളൊക്കെ കേട്ടതാണ്. സിറിയയിൽ നിന്ന് ക്രിസ്ത്യാനികളെ വകവരുത്തുന്നതായ ഒരു അവസ്ഥയാണ്. ആലപ്പോയിലെ ബിഷപ്പ് മാർ ഗ്രിഗോറിയോസ് വർഷങ്ങളായി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയില്ല. ഭീകരന്മാരെ തട്ടിക്കൊണ്ടുപോയി. ഇന്നും ഈ സംഭവങ്ങൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് നമ്മുടെ ഉഴുന്നലാനച്ചനെ ഭീകരരെ തട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ മോചിപ്പിക്കും എന്നുള്ളതായ വാർത്തകളൊക്കെ നമുക്ക് ആശ്വാസം തരുന്നുണ്ടെങ്കിലും നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ഒരു ഭീകര വാർത്ത നമ്മൾ ശ്രവിച്ചു. ഉഴുന്നലാനച്ചനെ അന്ന് കർത്താവിനെ കുരിശിച്ചതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ തറയ്ക്കുമെന്ന്. ആ വാർത്ത കേട്ടാണ് ഞാൻ ദേവാലയത്തിൽ ദുഃഖവെള്ളിയെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കടന്നുപോയത്. ദുഃഖവെള്ളി ആരാധന കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഡൈനിങ് റൂമിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മക്കളോട് ചോദിച്ചു, നമ്മുടെ ഉഴുന്നലാനച്ചൻ്റെ അവസ്ഥ എന്തായി, വല്ലതും അറിഞ്ഞോ? അപ്പം അവരും അറിഞ്ഞിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്നുണ്ടായ ചിന്ത ഞാനങ്ങ് വെളിപ്പെടുത്തി. അങ്ങനെ ഈ ദുഃഖവെള്ളിയാഴ്ച അദ്ദേഹം കുരിശിൽ മരിക്കുവാനായിട്ട് സാധിച്ചു എങ്കിൽ അതൊരു വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നതെന്ന്. അപ്പം എൻ്റെ മകളും പറഞ്ഞു, ശരിയാ ഡാഡി, അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ കുരിശനുഭവങ്ങൾ വാസ്തവത്തിൽ കർത്താവിൻ്റെ ആ ബലിയുമായിട്ട് താതാത്മ്യപ്പെടുത്തി അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഞങ്ങൾ പങ്കുവെച്ചപ്പോൾ ഞങ്ങളുടെ കൊച്ചുമോൻ പറയുകയാണ്, ഡാഡിക്കും മമ്മിക്കും ഒക്കെ അങ്ങനെയൊക്കെ പറയാം, അപ്പം എൻ്റെ കാര്യം പിന്നെ ആര് നോക്കും? പൊതുവെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. നമ്മളെ ആര് നോക്കുമെന്നുള്ളതായ ബാലിശമായ ചിന്ത, അല്ലെങ്കിൽ നമ്മുടെ ഭാവി ഇരുളടഞ്ഞു പോകുമെന്നുള്ളതായ ആ പ്രേരണകളാണ് പലപ്പോഴും ഈ വലിയ അനുഭവത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ അടുത്ത കാലത്ത് നടന്ന സംഭവം. റാണി മരിയ എന്ന സിസ്റ്ററിനെ ദാരുണമായി കുത്തിക്കൊലപ്പെടുത്തിയതായ ആ ഘാതകൻ ആ കുടുംബത്തിൻ്റെ
ഒരംഗമായിട്ട് മാറുവാൻ തക്കവണ്ണം തയ്യാറായി. അത് ആ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തോട് കാണിച്ചതായ സ്നേഹമായിരുന്നു അതിന് കാരണമായിട്ട് മാറിയത്. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായ ഒരു കാര്യമാണോ അത്? നമ്മളെ ഉപദ്രവിക്കുന്നവരെ, സ്വന്തം മകളെ കുത്തി കൊലപ്പെടുത്തിയതായ ഘാതകനെ സ്വന്തം മകനായിട്ട് സ്വീകരിക്കുവാനായിട്ട് സാധിച്ചു എന്ന് മാത്രമല്ല, രാഖി കെട്ടി ആ കുടുംബത്തിലെ ഒരംഗമായിട്ട് അദ്ദേഹം ആയിത്തീരുകയായിരുന്നു. അടുത്ത കാലത്താണ് അവരുടെ മാതാവോ പിതാവോ മരണപ്പെട്ടപ്പോൾ ആ ഘാതകൻ അവരുടെ വീട്ടിൽ സന്ദർശനത്തിനായിട്ട് വന്ന കഥകളൊക്കെ നമ്മൾ പത്രദ്വാര വായിച്ചു കേട്ട അറിഞ്ഞ അനുഭവങ്ങളാണ്. ക്ഷമിക്കുവാനും പൊറുക്കുവാനും വഹിക്കുവാനുമുള്ള ആ ഒരു കൃപ, അതാണ് വലിയ അനുഭവം എന്ന് പറയുന്നത്. പലപ്പോഴും വലിയ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ അനുഗ്രഹങ്ങളെ വാരിക്കൂട്ടുന്നതായ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ വലിയ അനുഭവമായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ജീവിതത്തിലെ കഷ്ടതകള്, ദുഃഖങ്ങള്, ദുരിതങ്ങളെ വലിയ അനുഭവങ്ങളായിട്ട് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളിന്ന് ബലിക്കായിട്ട് ഉപയോഗിക്കുന്ന ഗോതമ്പപ്പം വാസ്തവത്തിൽ നമ്മുടെ കർത്താവിനെ പോലെ ആ ബലി അനുഭവങ്ങളിൽ കൂടെ കടന്നു വന്നതാണ്. നിലം ഉഴുതുമറിച്ച് തയ്യാറാക്കി വിത്തിനെ ചെളിയിലേക്ക് വിതറുകയാണ് ഒരു ചീയൽ അനുഭവത്തിന് വേണ്ടിയിട്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, വിത്ത് ചീയുന്നില്ല എങ്കിൽ അത് മുളയ്ക്കുന്നില്ല. ഒരു ചീയൽ അനുഭവത്തിലേക്ക് വിത്തുകളെ വിട്ടുകൊടുക്കുകയാണ്. ചീയൽ അനുഭവത്തിൽ നിന്ന് അത് മുളയനുഭവത്തിലേക്ക് വളരുന്നു. അങ്ങനെ വളർന്ന് പാകമായ ഗോതമ്പ് നമ്മൾ അരിഞ്ഞെടുത്ത് തല്ലി അതിനെ ഗോതമ്പ് മണികളാക്കി ശേഖരിച്ച് പാറ്റി ശുദ്ധീകരിച്ച് അതിനെ വെയിലത്തിട്ടുണക്കി പുഴുങ്ങി അതിനെ നമ്മൾ അരികളാക്കുവാനായിട്ട് തയ്യാറാക്കുകയാണ്. അങ്ങനെ ശേഖരിക്കുന്ന അരികളെ വീണ്ടും വെയിലത്തിട്ടുണക്കി അതിനെ പൊടിച്ചെടുത്ത് വീണ്ടും ഉണക്കി വറുത്ത് കുഴച്ചെടുത്ത് ചുട്ടെടുത്ത് അപ്പമാക്കി മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് ബലിവസ്തു ആകുന്ന അപ്പം നമ്മൾ ഒരുക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ബലിവസ്തു പോലും ഈ കർത്താവിൻ്റെ മനുഷ്യാവതാര സംഭവങ്ങളെ പോലെ തന്നെ സഹനങ്ങളുടെ ബലിയുടെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വപിതാവായ ഇഗ്നാത്തിയോസ് നൂറോനോ അദ്ദേഹത്തെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അദ്ദേഹം സഖറിയാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാടിയതുപോലെ ഒരു പ്രവചനഗീതം ആലപിച്ചു. എൻ്റെ ശരീരം, എൻ്റെ മാംസം, എൻ്റെ അസ്ഥികള് സിംഹത്തിൻ്റെ വായില് ചതഞ്ഞ് അരഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്കുള്ള ഗോതമ്പപ്പം പോലെ ഗോതമ്പപ്പമായി തീരുന്നത് ഞാൻ ഭാവനയിൽ കാണുന്നു. പ്രിയമുള്ളവരെ, എത്ര ശ്രേഷ്ഠമായ ജീവിതാനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വലിയ അനുഭവത്തിന് നമ്മൾ തയ്യാറാക്കണം. പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബലി അനുഭവം എന്ന് പറയുന്നത് ജീവിതത്തിലെ അനുഗ്രഹങ്ങളായിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത് എങ്കിൽ ബലി അനുഭവം എന്ന് പറയുന്നത് കുരിശിൻ്റെ പാതയായിട്ട് സഹനത്തിൻ്റെ അനുഭവമായിട്ട് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാ പ്രിയമുള്ളവരെ ജീവിതത്തിലെ സഹനങ്ങൾ നമുക്ക് അനുഗ്രഹങ്ങളായി മാറുക. ജീവിതത്തിലെ സഹനങ്ങളെ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നതായ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾ നമ്മൾ തട്ടിക്കളഞ്ഞാൽ പിന്നെ എങ്ങനെയാ നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കുക? ഞാൻ ഓർക്കുകയായിരുന്നു, ചെറുപ്പത്തിലൊക്കെ എനിക്ക് പനി വരുന്നത് വലിയ സന്തോഷമായിരുന്നു. മറ്റൊന്നുമല്ല, തുള്ളി പനിച്ചു കിടക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്ന് എൻ്റെ കട്ടിലിൽ
എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ കമ്പിളി പുതപ്പിച്ച് എനിക്ക് പരിചരണവും പരിലാളനവും തരുന്നതായ ഒരു അനുഭവം. അതിനു വേണ്ടിയിട്ട് ഞാൻ പനി വരാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ സഹനങ്ങളെ ഈ തരത്തിൽ ദൈവപിതാവിൻ്റെ സ്നേഹ പരിചരണ പരിലാളനങ്ങൾ ഏറ്റുവാങ്ങുവാനായിട്ട് ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന അവസരങ്ങളായിട്ട് അതിനെ കാണുവാനായിട്ട് സാധിക്കണം. ഇന്ന് ആ ഒരു ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്നൊക്കെ നമ്മൾ പാടുന്നുണ്ട്. കർത്താവിൻ മക്കൾക്ക് ആനന്ദദായകമെന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ ബലിയനുഭവത്തിലൂടെയാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. അതായത് സഹനത്തിൻ്റെ പാതയിൽ നിന്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരുവാനുള്ള കർത്താവിൻ്റെ ആ വിളി നമ്മൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ പടികളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷം കർത്താവ് സ്വീകരിച്ച ആ ബലി അനുഭവങ്ങളുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ആഘോഷിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ഈ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായിട്ട് മാറുക. ആയതിന് 2016 ക്രിസ്തുമസ് ആചരണം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ക്രിസ്തുമസിൻ്റെ ഊഷ്മളമായ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പിതൃത്വരൂരിസ്ഥാത്മാവാൻ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ ക്രിസ്മസിൻ്റെ സന്തോഷത്തിൻ്റെ ഈ ദിവസങ്ങളിൽ അതാ ക്രിസ്മസ് ജീവിതത്തിലെ ഒരു ബലിയനുഭവമായിട്ട് കണ്ടെത്തുവാനും ആ ബലിയനുഭവമായിട്ട് ലയിച്ചു ചേരുവാൻ തക്കവണ്ണം ഇന്ന് നീ ഞങ്ങളെ കേൾപ്പിച്ച സന്തോഷത്തിലൂടെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മേ മാതാവേ, ശുദ്ധിവാന്മാരെ ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.